നമസ്കാരം. പല ആളുകൾക്കും ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് വളരെ കൺഫ്യൂഷനാണ്. ഒരു സാധാരണ എൻഡോമെന്റ് പോളിസിയാണോ എടുക്കേണ്ടത്? അതോ ഒരു ടേം ഇൻഷുറൻസ് ആണോ എടുക്കേണ്ടത് എന്നുള്ളത്. പല ആളുകളും കൺഫ്യൂഷനിലാണ്. പക്ഷേ ഇവിടെ ഞാൻ അതിനുള്ള ഒരു പരിഹാരം എന്ന രീതിയിൽ കുറച്ച് പോയിന്റുകൾ പറയും. അതായത് ഒരു ടേം ഇൻഷുറൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ടേമിലേക്ക് അതിന്റെ പേര് പോലെ തന്നെ ഒരു നിശ്ചിത കാലയളവിലേക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സ്കീമാണ്. അതായത് ഇപ്പൊ ഒരു വ്യക്തി ഒരു 30 വയസ്സില് ആ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കില് അദ്ദേഹത്തിന് മാക്സിമം 45 വയസ്സ് വരെയൊക്കെയാണ് ആ ഒരു സ്കീമിലേക്ക് അംഗമാവാനായിട്ട് സാധിക്കുക. അതല്ലെങ്കില് ആ ഒരു കാലാവധി വയ്ക്കാൻ പറ്റുന്നത്. അപ്പൊ 45 വയസ്സ് വരെ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നർത്ഥം. അത് ആ ഒരു സ്കീമിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. കാരണം 45 വയസ്സ് വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളൂ എങ്കിൽ വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാം. പക്ഷെ കവറേജും വളരെ കൂടുതലാണ്. പക്ഷെ ഈ 45 വയസ്സിന് ശേഷം അദ്ദേഹം ജീവിച്ചിരുന്നാൽ യാതൊരുവിധ ബെനിഫിറ്റും കിട്ടുന്നില്ല. അതായത് ശരിയായ ഒരു പ്രൊട്ടക്ഷൻ മാത്രമാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് മടിക്കും. കാരണം അതിനുശേഷം നമുക്കൊരു സേവിങ്സ് അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി എമൗണ്ട് കിട്ടുന്നില്ല. ആഹ് അതേസമയം ഒരു എൻഡോമെന്റ് സ്കീം എന്ന് പറയുന്നത് അവിടെ ഒരു സേവിങ്സ് ഉണ്ടാവും, പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അത് നമുക്കിപ്പോ 10 വർഷത്തേക്ക്, 20 വർഷത്തേക്ക് അത് നമുക്ക് തന്നെ ഓപ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് നമ്മളൊരു 20 വർഷത്തേക്കൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 വയസ്സുള്ള ആളാണ് എടുക്കണമെങ്കിൽ 50 വയസ്സ് വരെ അയാൾക്ക് പ്രൊട്ടക്ഷനും കിട്ടുന്നു, ഒപ്പം സേവിങ്സും കിട്ടുന്നു. അപ്പൊ അതില് ഒരു മെച്യൂരിറ്റി എമൗണ്ട് അവിടെ വാങ്ങാൻ സാധിക്കും. ഇതാണ് മെയിനായിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസിന്റെയും സാധാരണ ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു എൻഡോമെന്റ് സ്കീമിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. ഈ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ എങ്ങനെയുള്ള ആളുകളാണ് ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അവർക്ക് വളരെയധികം ഡെപ്റ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും അൺസർട്ടനിറ്റി സംഭവിച്ചാൽ ഈ ഡെപ്റ്റ് മുഴുവൻ അവരുടെ കുടുംബത്തിനെയാണ് ബാധിക്കുന്നത് അല്ലേ? ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കാം. വൈഫ് ചിലപ്പോൾ ജോലിയൊന്നും ഇല്ല. വീട് അതായത് ഹോം മേക്കർ ആണ് എങ്കിൽ അവർക്ക് ഒരു ഇൻകം അവിടെ ഉണ്ടാവുന്നില്ല. അതായത് ഒറ്റ ഒരാളാണ് ഒരു കുടുംബത്തിലേക്ക് ഇൻകം കൊണ്ടുവരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ടേം ഇൻഷുറൻസ് എടുക്കുക. കാരണം അത് ഹൈ കവറേജ് കിട്ടും. ഒരു ഹൈ പ്രൊട്ടക്ഷൻ കിട്ടും. അദ്ദേഹത്തിനല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്. ഈ പറഞ്ഞ നിശ്ചിത സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പറയുന്ന ഹൈ സം അഷ്വേർഡ് ആ ഒരു പ്രൊട്ടക്ഷൻ തുക അവർക്ക് ആ കുടുംബത്തിന് ഒരു സഹായമായിട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം കടബാധ്യതയുള്ള ഒരു വ്യക്തി, ഒരുപാട് ലോണോ കാര്യങ്ങളോ ഉണ്ട്, ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക. കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അവരുടെ കുടുംബത്തിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളതും അതുപോലെ ഈ ബാധ്യതയൊന്നും കുടുംബം ഏറ്റെടുക്കേണ്ടി വരില്ല എന്നുള്ളതും വളരെയധികം ഒരു സെക്യൂരിറ്റി നൽകുന്ന ഒരു കാര്യമാണ്. അതേസമയം ഒരു എൻഡോമെന്റ് പോളിസി എടുക്കേണ്ടത് ആരാന്ന് ചോദിച്ചാൽ ആർക്കും എടുക്കാം. ഒരു നിശ്ചിത സമയപരിധിക്ക് വേണ്ടി ഒരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് അവർക്ക് എൻഡോമെന്റ് പോളിസി എടുക്കാം. അവിടെ എന്താന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്ഷനും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ വലിയ ഹൈ സം അഷ്വേർഡ് അല്ലെങ്കിൽ ഹൈ പ്രൊട്ടക്ഷൻ അല്ല കിട്ടുന്നത്, ഹൈ കവറേജ് അല്ല കിട്ടുന്നത്. എന്നാൽ പോലും ഒരു 20 30 ലക്ഷത്തിനൊക്കെ ഒരു കവറേജ് എടുക്കാനായിട്ട് മാക്സിമം വരെ നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷനും ഉണ്ട്. ഒപ്പം നമ്മള് ഒരു സേവിങ്സ് കൂടി, ഒരു വെൽത്ത് കൂടി അവർക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ പല പല ഗോൾസ് ഉണ്ടാവും അല്ലേ? നമുക്ക് ഇപ്പൊ എന്താ ഒരു വ്യക്തി ജോലിക്ക് കയറിയ അദ്ദേഹത്തിന്റെ മാരേജ്, ആ മാരേജ് ഒരു ഗോളാണ്. ആ മാരേജിന്റെ സമയത്ത് അദ്ദേഹത്തിന് ഒരു എമൗണ്ട് ആവശ്യമുണ്ട് മാരേജിന്റെ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. അതേപോലെ തന്നെ പിന്നീട് വരുമ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതുണ്ട്. ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, പിന്നെ ആ കുട്ടി വളർന്നു വരുന്നതനുസരിച്ചിട്ടുള്ള മാരേജ്, അതിന്റെ സെറ്റിൽമെന്റ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു കരിയർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ പണമാണ് ആവശ്യം അല്ലേ?
അങ്ങനെ പണം ആവശ്യമുള്ള ആ ഒരു സമയത്തേക്ക്, ആ ഒരു ഗോളിലേക്ക് നമ്മൾ കുറേശ്ശെ സേവ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷനോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് എൻഡോവ്മെന്റ് സ്കീമുകളിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ 2 വ്യത്യാസങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മളുടെ ആവശ്യം എന്ത് എന്നറിഞ്ഞിട്ട് വേണം നമ്മളൊരു ടേം ഇൻഷുറൻസോ അല്ലെങ്കിൽ ഒരു എൻഡോവ്മെന്റ് സ്കീമോ തെരഞ്ഞെടുക്കാനായിട്ട്. ഇപ്പൊ ടേം ഇൻഷുറൻസിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് വളരെ ചെറിയ പ്രീമിയത്തിൽ കിട്ടും. പക്ഷെ ഏതൊരു വ്യക്തിക്കും എടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിന് അതിന്റേതായ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അതായത് അദ്ദേഹത്തിന് ഇതുവരെ അസുഖങ്ങളൊന്നുമില്ല, യാതൊരു റിസ്ക്കും ഇല്ല എന്ന് തെളിയിക്കാൻ ഒരു മെഡിക്കൽ എന്ന് പറയുമ്പോൾ ബിപി, ഷുഗർ, അതുപോലെ എന്താ എക്സ്റേ, എക്കോ ടെസ്റ്റ്, അങ്ങനെ ഒത്തിരി നല്ല രീതിയിലുള്ള ടെസ്റ്റുകൾ നമ്മള് ലാബ് ടെസ്റ്റുകളും എല്ലാം നമ്മൾ എടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളുടെ ഇൻകത്തിനെ പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ നമുക്ക് എന്താ വരുന്ന ഇൻകം, നമുക്ക് ഇൻകം ഉണ്ടോ, പിന്നെ കൃത്യമായിട്ട് നമുക്ക് അടയ്ക്കാനുള്ള ആ ഒരു ആസ്തി ഉണ്ടോ, ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു വെരിഫിക്കേഷൻ നടത്തിക്കൊണ്ടാണ് നമുക്കൊരു ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല എന്ന് അവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ 3-4 വർഷത്തെ നമ്മുടെ ഇൻകം റിട്ടേൺ ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇൻകം പ്രൂവ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൊടുത്ത് അതിന്റെ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് അതിന് യോഗ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് അനുയോജിച്ച വ്യക്തിയാണ് എന്ന് അണ്ടർ റൈറ്റിംഗ് ചെയ്ത് കിട്ടിയാൽ മാത്രമാണ് നമുക്കൊരു ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതേസമയം ഒരു എൻഡോവ്മെന്റ് സ്കീം എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും, സേവിങ്സ് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ആ ഒരു സ്കീമിലേക്ക് ചേരാൻ സാധിക്കും. അവിടെ വലിയ ഹൈ സം അഷ്യൂർഡിൽ ഇപ്പോൾ 35,000 ലാഖിലേക്കൊക്കെ പോകുമ്പോഴാണ് ചിലപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച്, നമ്മളുടെ ഇൻകത്തിനനുസരിച്ച്, ജോലിക്ക് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഈ പറഞ്ഞ മെഡിക്കൽ എടുക്കേണ്ടി വരും. എന്നാൽ ഓൾമോസ്റ്റ് എല്ലാ കേസിലും നമുക്ക് മെഡിക്കൽ ഇല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം ക്വാളിഫിക്കേഷനും ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ടേം ഇൻഷുറൻസിൽ തീർച്ചയായിട്ടും നമ്മൾ മെഡിക്കലൊക്കെ എടുത്തിട്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ എഡ്യൂക്കേഷനും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്നത്. ഒരു ടേം ഇൻഷുറൻസിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഫുൾ പ്രൊട്ടക്ഷൻ മാത്രമാണ് ഒരു ടേം ഇൻഷുറൻസിൽ കിട്ടുന്നത്. ഒരു മെച്യൂരിറ്റി എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു സേവിങ്സ് അവിടെ ഉണ്ടാവുന്നില്ല. പക്ഷേ ഒരു ഫാമിലി പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സുരക്ഷ അവിടെ ഉണ്ടാകും. നമ്മുടെ ഇൻകത്തിനും ഒരു പ്രൊട്ടക്ഷൻ അവിടെ എടുക്കാനായിട്ട് സാധിക്കും. അതേസമയം ആളുകൾ ഈ ടേം ഇൻഷുറൻസ് എടുത്താൽ തന്നെ അത് പലരും കണ്ടിന്യൂ ചെയ്ത് പോവാറില്ല. കാരണം ഒരു മെച്യൂരിറ്റി എമൗണ്ട് ഇല്ല, ഒരു സേവിങ്സ് ഇല്ല, വെറുതെ എന്തിനാ പൈസ കളയുന്നതെന്ന് ഒരു സമയത്ത് അവർക്ക് തോന്നും. പക്ഷെ അവരെടുത്ത ആ ഒരു സമയം എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ വളരെയധികം റിസ്കിൽ നിൽക്കുന്ന, ഒരു ഡെപ്റ്റിൽ നിൽക്കുന്നൊക്കെ സമയത്തായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തോന്നും ഈ പൈസ വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതുകൊണ്ട് തന്നെ ഒരു ടേം ഇൻഷുറൻസ് പല ആളുകളും എടുക്കാറില്ല. എടുത്താൽ തന്നെ അവരത് മുടക്കി കളയണം പതിവ്. അപ്പോൾ ഏതെങ്കിലും ഒരു അൺസർട്ടനിറ്റി ആ സമയത്തിനുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പോളിസി നിലവിലില്ല, ആക്റ്റീവ് അല്ല എന്നുള്ളത് കൊണ്ട് അത്തരം ഒരു സംരക്ഷണം കുടുംബത്തിന് കിട്ടാതെ പോകുന്നു. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതേസമയം ഒരു എൻഡോവ്മെന്റ് സ്കീം ആണെങ്കിൽ അവിടെ കുറച്ചെങ്കിലും ഒരു 80% ആളുകളും അത് എങ്ങനെയും അടയ്ക്കാനായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കാറുണ്ട്. കാരണം അത് അവിടെ ഒരു സേവിങ്സ് കിട്ടുന്നുണ്ട്, അതുപോലെ ഒരു പ്രൊട്ടക്ഷനും ഉണ്ട്. നമുക്ക് അത്യാവശ്യ കേസുകളിൽ എൻഡോവ്മെന്റ് സ്കീമിലൊക്കെ ഒരു 2 വർഷം സ്കീമിൽ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ നമുക്ക് കിട്ടും. അതേസമയം ടേം ഇൻഷുറൻസിൽ ഇത്തരം പ്രീ അപ്രൂവ്ഡ് ലോണൊന്നും ഇല്ല. അപ്പൊ ഈ ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു അത്യാവശ്യ കേസിൽ നമുക്ക് ഈ ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അത് ഒരു അധികമായിട്ട് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണെന്ന് പറയും. കാരണം ആളുകൾക്ക് ഇപ്പോൾ ഒരു ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ ഒത്തിരി പേപ്പർ വർക്ക് ഉണ്ട് അല്ലേ ബാങ്കിലൊക്കെ. എന്നാൽ പോലും ചിലർക്ക് സിബിൽ സ്കോർ ഇല്ല, അല്ലെങ്കിൽ ഇവർക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലോൺ റിജക്റ്റ് ആവുകയാണ് ചെയ്യും.
പക്ഷെ ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു സ്കീമിൽ അംഗമാവുന്ന ഒരു എൻഡോവ്മെന്റ് സ്കീം അല്ലെങ്കിൽ നോർമൽ ഇൻഷുറൻസ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് 2 വർഷം സ്കീമിൽ പൈസ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ആ എമൗണ്ട് എടുക്കാം. വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റേ ഉള്ളൂ. നമ്മൾ 6 മാസത്തിൽ ഒരിക്കൽ ക്യാപിറ്റൽ അടച്ചു കൊടുത്താൽ മതി. പ്രിൻസിപ്പൽ എമൗണ്ട് അടച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് മെയിനായിട്ട് നമ്മള് നോക്കേണ്ട കാര്യങ്ങള്. അതേപോലെ തന്നെയാണ് നമ്മളൊരു സ്കീം തെരഞ്ഞെടുക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഗോൾ എന്താണ്? നമുക്ക് എന്താണ് ലക്ഷ്യം എന്നറിയണം. അതിന് ബഡ്ജറ്റ് ചെയ്യണം. അതിൽ എത്രത്തോളം നമുക്ക് ടൈം ഇൻഷുറൻസ് ആണെങ്കിലും എൻഡോവ്മെന്റ് ആണെങ്കിലും ഏതാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങള് നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് കൂടുതൽ ആവശ്യമായി വരുന്നത്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഏത് സ്കീം വേണമെന്ന് തെരഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ നോക്കുമ്പോ ഈ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇതിൽ എത്ര പേര് ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻഡോവ്മെന്റ് സ്കീം എടുത്തിട്ടുണ്ട്? നിങ്ങൾക്ക് ഉചിതമായ രീതിയിലുള്ള സ്കീമാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത്? അത് ആക്റ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു പ്ലാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത്തരം ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോയുമായി വരും വരെ ടേക്ക് കെയർ.